ഇന്ന് ഈ ഒരു മാല കെട്ടാം. നന്ദ്യാർവട്ടം എന്നാണ് കോമൺലി ഇവിടങ്ങളിലൊക്കെ ഈ പൂവിന് പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നും കൂടെ കമൻറ്റിലൊന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഈ പൂവിൻ്റെ തന്നെ ചെറുതും വലുതും രണ്ട് തട്ടുള്ളതും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും കോമൺ ആയിട്ട് നന്ദ്യാർവട്ടം എന്ന് തന്നെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ദേ ആ വളച്ച് കെട്ടുന്നത് മാലയുടെ കൊളുത്താണേ. ആ കെട്ടിട്ടിടം തൊട്ടാണ് പൂ വെച്ച് തുടങ്ങുന്നത്. ആദ്യം 2 പൂ വെച്ചിട്ട് നോർമലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കും. ഒരു എന്താ പറയുക, ഒരു പിടുത്തം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഞാൻ മാല ഇട്ടുന്ന വീഡിയോസ് എപ്പോൾ ഇട്ടാലും നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടാറുള്ളത്. ഞാൻ ആദ്യം ഇട്ടത് താമരമാല കെട്ടുന്ന വീഡിയോ ആണ്. അതിനുശേഷം പിന്നെ 2-3 വീഡിയോസൊക്കെ ഇട്ടു. എല്ലാത്തിനും നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ മാല കെട്ടുന്നതും കൂടെ വീഡിയോ എടുത്തെങ്കിടാം, എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്നൊക്കെ അറിയാമല്ലോ. ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കമ്മൽ ചെടിയുടെ ആ ഒരു പൂ വെച്ചിട്ടുള്ള മാലയായിരുന്നു. അതിന് ഞാൻ ഫേസ്ബുക്കിലിട്ടതും ഇൻസ്റ്റയിലിട്ടതും യൂട്യൂബിലിട്ടതിനുമൊക്കെ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. ആ വീഡിയോസിനൊക്കെ ഇപ്പോഴും ലൈക്കും കമൻറ്റും ഒക്കെ വരാറുണ്ട്. പാതിരാത്രിയാണ് ഞാൻ ഈ മാല കെട്ടുന്നത്. മുഖത്ത് നല്ല ഉറക്കക്ഷീണം അതിൻ്റെ കാണാനും ഉണ്ട്. വൈറ്റ് മാത്രം വെച്ച് കെട്ടിയാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല എന്ന് തോന്നിയപ്പോൾ വീട്ടുമുറ്റത്ത് നിന്ന ചെത്തിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഏലച്ചെടി, ഇതിനെ കല്യാണച്ചെടി എന്നാണ് ഇവിടെ കോമൺ ആയിട്ട് പറയുന്നത്. എനിക്ക് അതിൻ്റെ ഒറിജിനൽ പേരൊന്നും അറിയില്ല. അപ്പം അത് രണ്ടും കൂടെ വെച്ച് ഒന്ന് ഭംഗിയാക്കാമെന്ന് കരുതി രാത്രി തന്നെ അതും പോയി പറിച്ചുകൊണ്ട് വന്നു. ചെത്തിപ്പൂ ചെടിയിൽ ആ ഒരു കൊല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലായിരുന്നുണ്ടെങ്കിൽ ചെത്തിപ്പൂ ഇച്ചിരി ഏറെയും കൂടെ വയ്ക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2 സൈഡും കൂടെ കഷ്ടപ്പെട്ടാണ് തികച്ചത്. ചെത്തിയെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? ഞാൻ തെറ്റിയെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ കോമൺ ആയിട്ട് ചെത്തി എന്നാണ് അതിനെ പറയാറുള്ളത്. ഇതിപ്പോൾ നല്ല റെഡാണ്, വീഡിയോയിൽ അത്ര അറിയുന്നില്ല. നല്ല റെഡ് കളറിൽ ചെത്തിയാണ് കേട്ടോ. അത് ഗ്രീനും റെഡും കഴിഞ്ഞിട്ട് വീണ്ടും വൈറ്റ് തന്നെ വെച്ച് ആ ഒരു മാല ഒരു സൈഡ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. നീളം കുറവുള്ളപ്പോൾ അങ്ങനെ പിടിച്ച് കെട്ടാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷെ കുറച്ചും കൂടി നീളം കൂടി കഴിയുമ്പോഴത്തേനും ശകലം പാടാണ്. നല്ല വെയിറ്റും വരും. പിന്നെ അങ്ങനെ ഒന്ന് കറക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ 2 സൈഡും കംപ്ലീറ്റ് ആയി. ഇനി 2ഉം കൂടെ കൂട്ടി കെട്ടണം. പിന്നെ അതിനൊരു ലോക്കറ്റും കൂടെ ഉണ്ടാക്കിയായിരുന്നു. ഇനി 2ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് ലോക്കറ്റും കൂടെ വെച്ച് വരുമ്പോഴത്തേനും മാല റെഡിയാവും. 2ഉം കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേനും ദേ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി സെൻറ്റർ നോക്കിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലോക്കറ്റും കൂടെ കൊടുക്കണം. ചെത്തി കുറച്ചുകൊണ്ടായിരുന്നെങ്കിൽ ലോക്കറ്റിലും കൂടെ വെക്കാമായിരുന്നു. പക്ഷേ ഇല്ലാത്തത് കൊണ്ട് പച്ച മാത്രം വെച്ചിട്ട് ലോക്കറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.